ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത ലഹരി ഉൽപ്പന്നമായ 345 പാക്കറ്റ് ഹാൻസുമായി മധ്യവയസ്കൻ വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ. മണിമൂളി ചെർക്കുന്നൻ സഫീഖ് അലിയെയാണ് വഴിക്കടവ് SI AH ഫിർസാദ് അറസ്റ്റ് ചെയ്തത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വഴിക്കടവ് മണിമൂളി അങ്ങാടിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചേർക്കുന്നൻ സഫീഖ് അലി എന്നയാളെയാണ് നിരോധിത ഉൽപ്പന്നമായ 345 പാക്കറ്റ് ഹാൻസുമായി വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ AH ഫിർസാദ് അറസ്റ്റ് ചെയ്തത്. മണിമൂളി അങ്ങാടിയിലും വഴിക്കടവിലെ വിവിധ ഭാഗത്തും ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. തമിഴ്നാട്ടിൽ നിന്നും പ്രതി ലഹരി ഉൽപ്പന്നവുമായി വരുന്നുണ്ടെന്ന വഴിക്കടവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണിമൂളിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഹാൻസുമായി ഇയാൾ പിടിയിലായത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിലും കർശന പരിശോധനകളും തുടർ നടപടികളും സ്വീകരിക്കുമെന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസ് അറിയിച്ചു. ഇയാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഡീലർമാരെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നുണ്ട്. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ AH ഫിർസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ്, സുകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ് മാന്തോടി, ഗീത, സലാഹുദ്ദീൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.